നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനും കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തുകളിലെ അംഗങ്ങൾക്കായി സംഗമം സംഘടിപ്പിച്ചു. ഷിബു തെക്കുംപുറം MLAയുടെ നേതൃത്വത്തിലാണ് ഏകോപന യോഗം നടന്നത്. നിയോജകമണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ യോഗം MLA ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട MLA ഓഫീസിൽ ചേർന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യമായാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ഇത്തരമൊരു ഏകോപന യോഗം സംഘടിപ്പിക്കുന്നത്. നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനുമാണ് യോഗം ചേർന്നത്. ഓരോ പഞ്ചായത്തിലെയും വികസന ആവശ്യങ്ങളും ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മണ്ഡലത്തിൽ നിരവധി വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനങ്ങളും യോഗത്തിൽ കൈക്കൊണ്ടു. ജനപ്രതിനിധികൾ ഉന്നയിച്ച വിഷയങ്ങൾ പരിഗണിച്ച് അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് MLA അറിയിച്ചു. ആദ്യമായിട്ടാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ഇങ്ങനൊരു യോഗം വിളിച്ചു ചേർക്കുന്നത്. ഇത് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച കൂടുന്ന നിലയിലാണ് ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനകീയമായ പ്രശ്നങ്ങളുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യോഗത്തിന് രൂപം നൽകിയിട്ടുള്ളത്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിരവധി വികസന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഓരോ പഞ്ചായത്തിൻ്റെയും വികസന കാര്യങ്ങളും ജനക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതെല്ലാം ഉടനെ പരിഹരിക്കുന്ന നിലയിലേക്ക് നമ്മൾ പോവുകയും അതോടൊപ്പം തന്നെ MLA ഫണ്ടിൻ്റെ വിനിയോഗം ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഫലപ്രദമായി ഈ നിയോജകമണ്ഡലത്തിലെ ഓരോ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സാധ്യത കൂടി ഇന്നത്തെ യോഗം വിലയിരുത്തിയുണ്ടായി. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് അതോടൊപ്പം തന്നെ വികസന പരിപാടികൾക്കും മുൻഗണന കൊടുക്കാൻ തന്നെയാണ് യോഗം നിർദ്ദേശിച്ചിട്ടുള്ളത്. തുടർന്ന് നമ്മുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഉത്സവം തന്നെ കോതമംഗലത്ത് സംഘടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് കോതമംഗലം ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. പ്രധാന വേദി പൂത്താങ്കിട്ടായിരിക്കും. അടിയന്തര പ്രാധാന്യമുള്ള ജനകീയ വിഷയങ്ങൾക്കും പ്രധാന വികസന പദ്ധതികൾക്കും മുൻഗണന നൽകാനും യോഗം നിർദ്ദേശിച്ചു. MLA ഫണ്ടിന്റെ വിനിയോഗവും യോഗം വിശദമായി വിലയിരുത്തി. ഓഗസ്റ്റ് മാസം മുതൽ നിയോജകമണ്ഡലത്തിലെ ഓരോ പ്രദേശങ്ങളെയും ലക്ഷ്യമാക്കി MLA ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പ്രദേശങ്ങളുടെ ആവശ്യകതയും അടിയന്തര പ്രാധാന്യവും കണക്കിലെടുത്തായിരിക്കും പദ്ധതികൾക്ക് മുൻഗണന നൽകുക. കോതമംഗലം മൺസൂൺ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. ഇതോടൊപ്പം ഓണത്തോടനുബന്ധിച്ച് നിയോജകമണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കേണ്ട പരിപാടികളുടെ ആസൂത്രണവും നടന്നു. ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനകീയ വിഷയങ്ങളും തുടർച്ചയായി വിലയിരുത്തുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുമായി കൂടുതൽ ഫലപ്രദമായ ഏകോപനം ഉറപ്പാക്കുന്നതിനുമായി എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച തദ്ദേശ ജനപ്രതിനിധികളുടെ യോഗം ചേരാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.